അഭിലാൽ കേൾക്കാമെങ്കിൽ പത്തനംതിട്ടയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാജിക് പ്രതീക്ഷിക്കുന്നുണ്ടോ ബി.ജെ.പി? എന്താണ് ദേശീയ നേതൃത്വത്തിനെയും സംസ്ഥാന നേതൃത്വത്തിനെയും ഒക്കെ വിലയിരുത്തൽ? പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ആദ്യം പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയും പത്തനംതിട്ടയിലുണ്ടല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വോട്ട് നേടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു. 2,97,000-അധികം വോട്ടുകൾ നേടാൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഈ മണ്ഡലത്തിൽ ബി.ജെ.പി. മറ്റൊന്ന്, പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയ സാഹചര്യം. അമിത്ഷാ എന്നാൽ ഇത് കേരളത്തിലും നടപ്പിലാക്കും, കേന്ദ്ര വിഷയമാണ്, അതിനാൽ തന്നെ ഇതിന് കേരളത്തിന് പ്രത്യേക റോഡില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന പശ്ചാത്തലം. അതേസമയം തന്നെ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ ഇടതു വലത് പക്ഷത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും ഇതിനെതിരെ രംഗത്ത് വന്ന സ്ഥിതിയൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ വ്യക്തമായ വിഷയമായി അല്ലെങ്കിൽ സർക്കാരിനെതിരായ വിമർശനമായി തന്നെ ഈ വിഷയത്തെ ഉന്നയിക്കാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഒരേ വേദിയിൽ, പ്രത്യേകിച്ചും ബി.ജെ.പിയുടെ വേദിയിൽ എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ പത്തനംതിട്ടയിലെ സമ്മേളനത്തിലുണ്ട്. ഒപ്പം തന്നെ അതൊരു വലിയ കൗതുകമാണല്ലോ. കേരളത്തെ ദീർഘകാലം നയിച്ച രണ്ട് പ്രധാനപ്പെട്ട നെടുന്തൂണായിരുന്ന നേതാക്കൾ ലീഡർ കെ കരുണാകരനും എ കെ ആന്റണിയും, ഇരുവരുടെയും മക്കൾ ബി.ജെ.പിയുടെ വേദിയിൽ, ഒരേ വേദിയിൽ, അത് വലിയ രാഷ്ട്രീയ കൗതുകം കൂടിയാണല്ലോ. തീർച്ചയായും അത് വലിയ രാഷ്ട്രീയ കൗതുകം നൽകുന്നതാണ്. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് ദേശീയ തലത്തിൽ ബി.ജെ.പിക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു വലിയ നേട്ടമായി തന്നെ അതിനെ മാറ്റാനുള്ള ഒരു സാധ്യത കൂടി അവർ മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ, അതായത് പൊതുവെ സാംസ്കാരിക നിലയിലും വിദ്യാഭ്യാസപരമായും ഒക്കെ തന്നെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടെ മക്കൾ രണ്ടുപേരും ബി.ജെ.പിയുടെ ഭാഗമായി മാറുന്നു. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ രണ്ടുപേരും ഒരു വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇത് ദേശീയ തലത്തിൽ ബി.ജെ.പിക്ക് വലിയ മൈലേജ് നൽകുന്ന ഘടകമായി തന്നെ നേതൃത്വം കണക്കാക്കുന്നുണ്ട്. മറ്റൊന്ന്, ശബരിമല ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. അവിടെ നിന്നും മോദി തന്നെ എത്തി എൻ.ഡി.എയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നു എന്നുള്ളത് ഒരു വസ്തുതയും നമുക്ക് ഈ ഘട്ടത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പി.സി. ജോർജും അതോടൊപ്പം തന്നെ കർഷക മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം ചില ആളുകൾ പരസ്യമായ പ്രതികരണങ്ങൾ നടത്തിയ സ്ഥിതിയുണ്ട്. ചുരുക്കത്തിൽ അഭിപ്രായ ഭിന്നതകൾ നേതൃനിരയിൽ തന്നെ ഉണ്ട് എന്ന പ്രതീതി സൃഷ്ടിച്ച ചില പ്രതികരണങ്ങളാണ് ആ ഘട്ടത്തിൽ വന്നത്. മോദിയുടെ വരവോടുകൂടി അനിൽ ആന്റണിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിക്ക് ഉള്ളിൽ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെ പാർട്ടി എന്നുള്ള തലത്തിൽ നിഷ്പ്രഭമാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. അത് നേരത്തെയും കണ്ടതാണല്ലോ. പി.സി. ജോർജ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നതാണ്, അതെല്ലാവർക്കും അറിയാം. പി.സിയുടെ പേരിനോട് ബി.ഡി.ജെ.എസ് ഉൾപ്പെടെ എസ്.എൻ.ഡി.പി ഉൾപ്പെടെ വലിയ എതിർപ്പ് ഉയർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ നമ്മളന്ന് കണ്ടത്. അവിടെയാണ് അനിൽ ആന്റണിയുടെ പേര് നിർദ്ദേശിക്കപ്പെടുകയും അത് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്ത് പിന്നാലെ പി.സിയുടെ പ്രതികരണം വരുന്നുണ്ടായിരുന്നു. അനിലിന് പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തേണ്ടി വരും എന്ന സ്വരത്തിലായിരുന്നു പി.സി. ജോർജിന്റെ വിമർശനങ്ങൾ. അവയെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നൊരു കെട്ടുറപ്പ് തോന്നിപ്പിക്കുന്നുണ്ടോ അവരുടെ ക്യാമ്പിൽ, ബി.ജെ.പി ക്യാമ്പിൽ, എൻ.ഡി.എ ക്യാമ്പിൽ? ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് പി.സി. ജോർജിന്റെ അടക്കം ചില നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളും എതിർപ്പുകളും ഉയർന്നു വന്നത്. എന്നാൽ പ്രധാനമന്ത്രി പത്തനംതിട്ട മണ്ഡലത്തെ ഏത് തരത്തിൽ കണക്കിലെടുക്കുന്നു, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഏത് നിലയിലാണ് പത്തനംതിട്ട മണ്ഡലത്തെയും അവിടുത്തെ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെയും മുഖവിലേക്ക് എടുക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന്, എൻ.ഡി.എക്ക് അതോടൊപ്പം തന്നെ ബി.ജെ.പിക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് ആദ്യഘട്ട പ്രചാരണത്തിന്റെ തുടക്കമെന്ന നിലയിൽ അദ്ദേഹം